സുഹൃത്തുക്കളെ നമസ്കാരം. SIR ഫോം പല ബി എൽ ഒമാരും ബൂത്ത് ലെവൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ പല ആളുകൾക്കും പല സംശയങ്ങൾ, ഇതെങ്ങനെ പൂരിപ്പിക്കണം, അതിന് എന്തെല്ലാം വേണം എന്നതിനെക്കുറിച്ചിട്ട് സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അതേസമയം നല്ലൊരു ശതമാനം ആളുകളും സോഷ്യൽ മീഡിയയിലെ പ്രചാരണം മറ്റ് രീതികളിലൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ബി എൽ ഒമാരുടെ നേരിട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇതെല്ലാം ലളിതമായി ചെയ്യുന്ന ആളുകളുമുണ്ട്. എന്നാൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം SIR ഫോം പൂരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചെറിയ കാര്യം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ, അല്ലെങ്കിൽ അത് വോട്ട് ചേർക്കലിലൊക്കെ നമ്മൾ ഇതുവരെയുള്ള ധാരണ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ അവർ ചെയ്തോളുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇത് നമ്മുടെ ഓരോ പൗരൻ്റെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അത് പരിശോധിക്കുകയും പിന്നീട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വേളയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിങ്ങൾക്ക് നിർദ്ദേശം തരാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനോ ഒരു പക്ഷേ സമയം കിട്ടിയെന്ന് വരില്ല. എന്നിരിക്കലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സ്വയം ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു അറിവ് എനിക്കറിയാവുന്നത് ഞാൻ എൻ്റെ SIR ഫോം പൂരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഫോം പൂരിപ്പിക്കുന്നതിനാവശ്യമായത് 2002, അതായത് അവസാനമായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ച 2002 വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുക എന്നതാണ്. അതിന് വേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ജില്ലയുടെ പേര്, അസംബ്ലി മണ്ഡലത്തിൻ്റെ പേര് എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 2002 അസംബ്ലി മണ്ഡലത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ആ സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വോട്ട് ചെയ്തിരുന്നത് ആ ബൂത്തുകളുടെ പേരുകൾ അതിൻ്റെ താഴെ വരും. അതിൽ നിന്ന് ശരിയായ ബൂത്ത് തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2002 വോട്ടർ പട്ടിക ലഭിക്കും. ആ വോട്ടർ പട്ടിക നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുപേര് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കും. ആദ്യം കാണുന്നത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ്. രണ്ടാമത് കാണുന്നത് ഭാഗ നമ്പറാണ്, അതായത് ബൂത്ത് നമ്പറാണ് ഈ ഭാഗ നമ്പർ എന്ന് പറയുന്നത്. മൂന്നാമത് കാണുന്നത് നമ്മുടെ ക്രമ നമ്പറാണ്. അതിനുശേഷം വലതോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേര്, ബന്ധുവിൻ്റെ പേര്, അതിനുശേഷം നമുക്ക് ID കാർഡ് നമ്പർ കാണാം. അതാണ് നമ്മുടെ എപ്പിക് നമ്പർ. ആ പേരിന് നേരെയുള്ള എപ്പിക് നമ്പർ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. 2025 ലിസ്റ്റിൽ വന്ന ആളുകളുടെ എന്യൂമറേഷൻ ഫോമാണ് നമുക്ക് BLO തരിക. ഇനി ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. നമ്മുടെ എന്യൂമറേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ കാണുന്ന ജനന തീയതി, അതുപോലെ അതിന് തൊട്ട് താഴെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ എപ്പിക് നമ്പർ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, എന്താണ് എപ്പിക് നമ്പർ എന്ന്. എപ്പിക് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വോട്ടർ ID കാർഡ് നമ്പറാണ്. പിന്നെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ, പിന്നെ പങ്കാളിയുടെ പേര്, ഭാര്യയുടെ ഭർത്താവിൻ്റെ പേര്, അവരുടെ ഈ വോട്ടർ ID കാർഡ് നമ്പറും കൂടി അവിടെ എഴുതുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം പൂർത്തിയായി. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. ആധാർ നമ്പർ ഓപ്ഷണലാണ് പറയുന്നത്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ അടുത്ത് എല്ലായിടത്തും ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ട് അത് പൂർത്തിയാക്കുക, ഒരു ഭാഗം വിടണ്ട. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ പിതാവിൻ്റെ പേര് കൊടുക്കുക. പിതാവിൻ്റെ പേര് കൊടുക്കുക എന്ന സമയത്ത് പിതാവിൻ്റെ അവരെ എപ്പിക് നമ്പർ ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, അപ്പോൾ അതൊന്നും വേണമെന്നില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കാർഡൊക്കെ വാലിഡായിട്ടുണ്ടെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ താഴെ കൊടുക്കുക. പിന്നെ പങ്കാളിയുടെ പേരും അവരുടെ. ഇനി നമ്മൾ 2002 വോട്ടർ പട്ടികയിലുള്ള ആളുകളാണെങ്കിൽ തൊട്ട് താഴെ ഇടതുവശത്ത് കാണുന്ന ഫോമിലാണ് ആ ഭാഗത്താണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടത്. അവിടെ നമ്മുടെ പേര് തന്നെ കൊടുക്കുക. 2002 ആളുകൾക്കാണ് പറയുന്നത്. അവിടെ നമ്മുടെ പേര് കൊടുക്കുക. നമ്മുടെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉണ്ടാവും.
ഇപ്പോൾ പുതിയതായിട്ട് വന്ന തിരിച്ചറി കാർഡ് നമ്പർ നമ്മുടെ എന്യൂമറേറ്റ് ഫോമിൻ്റെ ഇടതുവശത്തായിട്ട് വോട്ടറെ പരിചയപ്പെടുന്ന ഭാഗത്തുണ്ടാവും. അതല്ല വേണ്ടത്. 2002 ലിസ്റ്റിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി എഴുതി വെച്ച ഐഡൻറ്റിറ്റി കാർഡ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ രണ്ടാമത്തെ ഭാഗം പൂരിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ പേര് കൊടുക്കുന്നു, 2002 എപ്പിക് നമ്പർ കൊടുക്കുന്നു, ബന്ധുവിൻ്റെ പേര്. അത് ആ 2002 ലിസ്റ്റിൽ ബന്ധുവിനെ എങ്ങനെയാണോ ബന്ധുവിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് അതുപോലെ നമ്മൾ കൊടുക്കുക. പിതാവിൻ്റെ പേരാവും മിക്കവാറും ആളുകളുടെ അടുത്ത് ഉണ്ടാവുക. അതല്ല പിതാവിൻ്റെ പേര് പകരം ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കൊടുക്കുക. ഭർത്താവിൻ്റെയോ പിതാവിൻ്റെയോ എങ്ങനെയാണോ 2002 ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അതുപോലെ പകർത്തി എഴുതുക. പിന്നെ ബന്ധം എന്താണെങ്കിലും അത് എഴുതുക. പിതാവാണെങ്കിൽ പിതാവ്, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഭാര്യയാണെങ്കിൽ ഭാര്യ. പിന്നെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് താഴത്തെ ഭാഗത്ത് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. നമ്മൾ നേരത്തെ 2002 ലിസ്റ്റിലെ ആദ്യ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് നമ്മൾ ഇവിടെ പകർത്തി എഴുതിയിട്ടുണ്ടാവും. ആ ലിസ്റ്റിലെ ആദ്യ ഭാഗത്ത് കാണുന്ന നമ്പറാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. പിന്നെ ഭാഗം നമ്പർ എന്ന് കാണിക്കുന്നത് നമ്മുടെ ബൂത്ത് നമ്പറാണ്. അത് രണ്ടാമത്തെ കോളത്തിൽ. അതായത് 2002 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണുന്നത് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും, രണ്ടാമത് കാണുന്നത് ഭാഗം നമ്പറും, മൂന്നാമത് കാണുന്നത് ക്രമ നമ്പറുമാണ്. അത് അതുപോലെ പകർത്തി എഴുതുക. 2002 ലിസ്റ്റിലുള്ളവർ എങ്ങനെ പൂരിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്നാം ഭാഗത്ത് സാധാരണ നമ്മൾ പൂരിപ്പിക്കുന്ന കാര്യങ്ങൾ പൂരിപ്പിക്കുക. രണ്ടാമത്തെ ഭാഗത്ത് 2002 ലിസ്റ്റിനനുസരിച്ചിട്ട് പൂരിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2002 ലിസ്റ്റ് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ആ വിവരങ്ങൾ നമ്മളൊരു പേപ്പറിൽ ഇത് പൂരിപ്പിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തി വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിൽ 2025 ലിസ്റ്റിലുണ്ട്, പക്ഷേ 2002 ലിസ്റ്റിൽ വരാത്ത ആളുകൾ അവർ എങ്ങനെ പൂരിപ്പിക്കണം? അവർ നമ്മുടെ ആദ്യ ഭാഗം പതിവ് പോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ഫോൺ നമ്പർ, പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ എപ്പിക് നമ്പർ. അപ്പോൾ 2025 ലിസ്റ്റിലുള്ള ആളുകളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വോട്ടർ ഐ ഡി കാർഡ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അത് പുതിയ വോട്ടർ എപ്പിക് നമ്പറാണ് എഴുതേണ്ടത്, പഴയതല്ല. പുതിയ കാർഡിലുള്ള എപ്പിക് നമ്പർ നമ്മൾ ഇതിലെഴുതണം. പിതാവിൻ്റെ പേര് എഴുതുക, പിതാവിൻ്റെ പുതിയ എപ്പിക് നമ്പർ എഴുതുക, മാതാവിൻ്റെ പേര് എഴുതുക, പുതിയ എപ്പിക് നമ്പർ എഴുതുക. പങ്കാളികൾ ഉള്ളവരാണെങ്കിൽ ആ പങ്കാളിയുടെ പേരെഴുതുക. ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ, അവരുടെ എപ്പിക് നമ്പർ എഴുതുക. ഇനി നേരെ താഴെയുള്ള ഭാഗത്താണ് അത്തരം ആളുകൾ വീണ്ടും പൂരിപ്പിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ പേര് 2002 ലിസ്റ്റിലുണ്ട്, എന്നാൽ എൻ്റെ ഭാര്യയുടെ പേര് 2002 ലിസ്റ്റിലില്ല, എന്നാൽ 2025 ലിസ്റ്റിലുണ്ട് താനും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? 2002 അവരുടെ മാതാപിതാക്കൾ ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ ആ നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗ നമ്പർ അഥവാ ബൂത്ത് നമ്പർ, പിന്നീട് ക്രമ നമ്പർ, അതിനുശേഷം പേരിനപ്പുറത്ത് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ. ഇത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അത് എഴുതി വയ്ക്കുക. സ്വന്തം നാട്ടിൽ ചെയ്യുന്നത് പോലെ അവരുടെ നാട്ടിൽ, അതായത് ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ വീടിൻ്റെ പ്രദേശം നിലനിൽക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണോ അവിടുത്തെ ലിസ്റ്റ് കൂടി ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇതുപോലെ എഴുതി നമ്മൾ രേഖപ്പെടുത്തി മാറ്റി വയ്ക്കുക. അപ്പോൾ അവർ ചെയ്യേണ്ടത്, ഉദാഹരണമായിട്ട് എൻ്റെ ഭാര്യ 2025 ലിസ്റ്റുണ്ട്, 2002 ലിസ്റ്റിൽ ഇല്ല. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് അവരുടെ അച്ഛൻ്റെ പേര് ആണ് എഴുതേണ്ടത്. അവരുടെ അച്ഛൻ്റെ പേരാണ് എഴുതി അവരുടെ എപ്പിക് നമ്പർ സൂക്ഷിക്കുക. അവരുടെ എപ്പിക് നമ്പർ പുതിയതല്ല, പഴയത് 2002 ലിസ്റ്റ് അനുസരിച്ച് ഉള്ള എപ്പിക് നമ്പർ അഥവാ ഐഡൻറ്റിറ്റി കാർഡ് നമ്പറാണ് നമ്മൾ രണ്ടാമത്തെ എപ്പിക് നമ്പറായിട്ട് അവിടെ എഴുതേണ്ടത്. ഇത് ലഭ്യമെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് അതിലുണ്ടാവും. അപ്പോൾ അത് പകർത്തി എഴുതുന്നത് നന്നായിരിക്കും. പിന്നെ ബന്ധുവിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പേര് എഴുതിയ അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരാണ് എന്ന് വെച്ചാൽ അവരുടെ പിതാവിൻ്റെ പേര്, അതായത് മുത്തച്ഛൻ്റെ പേരാണ്, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ആരാണോ അവർ ആ 2002 ലിസ്റ്റിൽ ബന്ധുവായിട്ട് നൽകിയിരിക്കുന്നത് അവരുടെ പേരാണ് ബന്ധുവിൻ്റെ
പേര് എന്ന ഭാഗത്ത് എഴുതേണ്ടത്. പിന്നെ ആ ബന്ധം, ബന്ധമെന്ന് വെച്ചാൽ ഈ പൂരിപ്പിക്കുന്ന ആളുടെ ബന്ധമല്ല, പൂരിപ്പിക്കുന്ന ആളുടെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്. മിക്കവാറും ഉദാഹരണത്തിന് എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഭാര്യയുടെ നമ്മൾ ആ ഫോളത്തിൽ ആദ്യം എഴുതുന്ന പേര് കൃഷ്ണൻ എന്നാണ്. അവരുടെ 2002 എപ്പിക് നമ്പർ എഴുതുന്നു. ബന്ധുവിൻ്റെ പേര് കൃഷ്ണൻ എന്ന ആളുടെ അച്ഛൻ്റെ പേരാണ് എഴുതുന്നത്. ബന്ധം എഴുതുന്നത് പിതാവെന്നാണ്. അതായത് എൻ്റെ ഭാര്യയുടെ അച്ഛനും അച്ഛൻ്റെ ബന്ധു ബന്ധു ആരാണെന്നുള്ള ചോദ്യത്തിന് അച്ഛൻ്റെ പിതാവാണ് ബന്ധു, അതുമാണ് എഴുതുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭ മണ്ഡലത്തിൻ്റെ പേര്, അത് നമ്മൾ നേരത്തെ പകർത്തി സൂക്ഷിച്ചത് കാരണം അത് നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് 2002 ലിസ്റ്റ് അനുസരിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു വിവാഹം കഴിച്ച് വന്ന ആളുകൾ എന്ത് പൂരിപ്പിക്കണം എന്ന കാര്യത്തിൽ ഉള്ള സംശയം തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ തന്നെയുള്ള എൻ്റെ മക്കൾ ഉദാഹരണമായിട്ട് 2002 ലിസ്റ്റിൽ ഇല്ല, 2025 ലിസ്റ്റിലുണ്ട്. അവർ മേലെ ഫോമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, ആധാർ കാർഡ് നമ്പർ എഴുതുക, മൊബൈൽ നമ്പർ എഴുതുക, പിതാവിൻ്റെ അതായത് എൻ്റെ പേര് എഴുതുന്നു, എൻ്റെ പുതിയ തിരിച്ചറിയൽ കാർഡ് നമ്പർ എഴുതുന്നു, എൻ്റെ ഭാര്യയുടെ പേര് എഴുതുന്നു അഥവാ അവരുടെ അമ്മയുടെ പേര് എഴുതുന്നു, അവരുടെ പുതിയ തിരിച്ചറിയൽ കാർഡ് നമ്പർ എഴുതുന്നു. പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഒഴിവാക്കുന്നു. അതിനുശേഷം നേരെ താഴ്വശത്ത് പേരെഴുതുന്നത് അവരുടെ അച്ഛനായ എൻ്റെ പേരാണ് എഴുതുന്നത്. എൻ്റെ പേരെഴുതുന്നു, എൻ്റെ 2002 ലിസ്റ്റ് അനുസരിച്ചിട്ടുള്ള എപ്പിക് നമ്പർ, ആ പഴയ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ, ഇലക്ട്രൽ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അവിടെ എഴുതുന്നു. ബന്ധുവിൻ്റെ പേരെഴുതുന്നത് എൻ്റെ പിതാവിൻ്റെ പേരാണ് എഴുതുന്നത്. എൻ്റെ പിതാവിൻ്റെ പേരെഴുതുന്നു. ബന്ധം നമ്മൾ എഴുതുന്നത് പിതാവെന്നാണ്. അതായത് പിന്നെ ജില്ല എഴുതുന്നു, സംസ്ഥാനം എഴുതുന്നു, നിയമസഭാ മണ്ഡലത്തിൻ്റെ കോഡ് നമ്പർ എഴുതുന്നു, ഭാഗ നമ്പർ എഴുതുന്നു, ക്രമ നമ്പർ എഴുതുന്നു. ഇത് 2002 ലിസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകാൻ പോകുന്നത് 2002 ലിസ്റ്റിലുണ്ട് ഇല്ല, 2021 ലിസ്റ്റിലുണ്ട്. പക്ഷേ അവർ വിദേശത്തൊക്കെ ആയിരുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ആ സമയത്ത് അവരുടെ മാതാവിൻ്റെ പേരില്ല, പിതാവിൻ്റെ പേരില്ല, അവരൊക്കെ മരിച്ചു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ നേരെ താഴത്തുള്ള കുളത്തിൽ, അതായത് 3ാമത്തെ കുളത്തിൽ നമ്മൾ എഴുതുന്നത് രക്തബന്ധത്തിലുള്ള ആരുടെയെങ്കിലും പേരാണ്. സഹോദരൻ, സഹോദരി, മാതാവിൽ ഉണ്ടെങ്കിൽ മാതാവ്, പിതാവ് ഉണ്ടെങ്കിൽ പിതാവ്, ഇത്തരം ആളുകളെയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. വോട്ടർ ലിസ്റ്റ് ഭാര്യ, ഭർത്താവ് ആ രീതിയിലുള്ള ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ഏറ്റവും നല്ലത് രക്തബന്ധത്തിലുള്ള ആളുകളുടെ ഇത് പിന്നീട് നമ്മുടെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു വിഷയം തന്നെയാണ്. ഗൗരവത്തോടെ എടുക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ വ്യാകുലപ്പെടേണ്ട അവസ്ഥയില്ല. നമുക്ക് എല്ലാവർക്കും അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകളുടെയാണ് പേരാണ് 2002 ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കുക. പലരും പറയുന്നുണ്ട് പിന്നെ 2002 ലിസ്റ്റിലുള്ള ഇത് ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധം എഴുതിയാൽ മതിയെന്ന് വാക്കാലുള്ള കമ്മീഷൻ്റെ പല നിർദ്ദേശം ഉണ്ടെന്ന് കേൾക്കുന്നു. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനറിയില്ല. പക്ഷേ എന്നിരിക്കലും നമ്മൾ തീർച്ചയായിട്ടും രക്തബന്ധത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കുക. പല ആളുകൾക്കും സംശയം ഉണ്ടാവും, 2002 ലിസ്റ്റിലില്ല, 2025 ലിസ്റ്റിലില്ല. എന്നാൽ നമ്മൾ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി മറ്റു യോഗ്യതകളുമുള്ള ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ ഈ ഡിസംബർ 4 കൂടിയിട്ട് ആദ്യത്തെ പ്രക്രിയ പൂർത്തിയാവുന്നു. അതിനുശേഷം പുതിയ ആളുകൾക്ക് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖകളെ അടിസ്ഥാനപ്പെടുത്തി അഥവാ ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് പോലുള്ള ഇപ്പോൾ സാധാരണമായി ലഭ്യമാകുന്ന എല്ലാ രേഖകളും സമർപ്പിച്ച്, ഈവൻ ആധാർ പോലും സമർപ്പിച്ച് നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാം. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഭീതി വ്യാപാരത്തിനും അടിമപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു എന്യൂമറേഷൻ ഫോം കയ്യിൽ കിട്ടിയാൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു മിനിമം അറിവ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്താം. എനിക്കറിയാവുന്ന എന്നാൽ ആധികാരികമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളുടെ വോട്ട് പോലും, അർഹതപ്പെട്ട ഒരാളുടെ വോട്ട് പോലും വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ
നമുക്കൊന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. നന്ദി.